നമസ്കാരം. ഇന്നലെ മുതൽ സംഘപരിവാറുകാരും കോൺഗ്രസുകാരും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മനോരമയും ഏഷ്യാനെറ്റിനെയും പിടിച്ചുകൊണ്ട് വീണ തൈക്കണ്ടിയുടെ 248 അക്കൗണ്ടുകളിൽ നിന്ന് 18 കോടി രൂപ ഇ ഡി ഫ്രീസ് ചെയ്തു അത്രേ. ഇതിലെന്തെങ്കിലും റിയാലിറ്റി ഉണ്ടോ? പച്ച നുണയെന്നല്ലാതെ എന്തു പറയാൻ? അതായത് ഇന്നലെ ഇ ഡിയുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം രാജ്യത്താകമാനം നടന്ന റെയ്ഡുകളിലായിട്ട് 248 അക്കൗണ്ടുകളിൽ നിന്ന് 18 കോടി രൂപ ഫ്രീസ് ചെയ്യിച്ചു എന്നാണ്. ഇതിൽ വീണ തൈക്കണ്ടിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് കേവലം 1.5 ലക്ഷം രൂപ. പക്ഷേ ഈ ഒരൊറ്റ വാർത്തയെ 248 അക്കൗണ്ടും വീണ വിജയൻ ഉണ്ടായിരുന്നു, വീണയുടെ പേരിലുള്ള ആ അക്കൗണ്ടിൽ 18 കോടി രൂപ ഉണ്ടായിരുന്നു എന്നുള്ള വ്യാജ പ്രചരണം. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. ഇതേ നോക്കിയേ, ചാനലുകളും മനോരമയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ല, ഈ വരികൾക്കിടയിലൂടെ ആൾക്കാരുടെ ഉള്ളിലേക്ക് വിഷങ്ങൾ ഇഞ്ചക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഈ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യഭിചാര പ്രവർത്തനം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. വ്യഭിചാരപ്പണിക്ക് ഇതിനേക്കാൾ അന്തസ്സുണ്ടെന്ന് വേണം പറയാൻ. കാര്യം അക്ഷരങ്ങളുടെ ഇടയിലൂടെ അവർക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അവരുടെ കോക്കസ് ഗ്രൂപ്പ് ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ വ്യാജത്തരങ്ങൾ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ആൾക്കാരുടെ വായനാ ശൈലിയെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഉള്ളിലേക്ക് ഒരു തെറ്റിദ്ധാരണ കടത്തിവിടുക എന്നുള്ളതാണ് ഈ മാധ്യമ പ്രവർത്തന ചെറുപ്പെന്ന രീതിയിൽ നടത്തുന്ന ആ പണിയുടെ ഒരു പണി എന്ന് പറയുന്നത്. അതിന് ഒരു ഉദാഹരണമാണ് ഇന്നത്തെ മനോരമയുടെ വാർത്ത. മനോരമയുടെ ഈ നോക്കിയേ, പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത വാർത്ത പ്രകാരമാണെങ്കിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് 248 അക്കൗണ്ട്, അതിൽ 18 കോടി രൂപ. ഇത് രാജ്യത്താകമാനം ഇന്നലെ ഇ ഡി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും നടത്തിയ റെയ്ഡിൽ 248 അക്കൗണ്ടുകൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്, അതിൽ 18 കോടി രൂപ എന്ന കാര്യം അവർ മുകളിൽ ഒരിടത്തും പരാമർശിക്കാത്തതിന്റെ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് താഴെ ചെറുതായിട്ട് കൊടുത്തിരിക്കുന്നത്? റിപ്പോർട്ടർ ചാനലിനകത്തും ഇത് ഈ സാധനം വന്നിട്ടുണ്ട്. ഇത് ഹൈലൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പരമാവധി തെറ്റിദ്ധരിപ്പിക്കണം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് നാട്ടുകാരുടെ ഇടയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള സ്വീകാര്യത തകർക്കാൻ, അയാളുടെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു വൃത്തികെട്ട തന്ത്രമാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിയാലിറ്റി അറിയേണ്ടവർ ചില സത്യങ്ങൾ അറിയുക. കാര്യം വീണ എന്ന വ്യക്തി അവർ നടത്തിയിരുന്ന കമ്പനി പ്രകാരം എക്സാലോജിക് എന്നൊരു കമ്പനി നടത്തി അതിൽ എഗ്രിമെന്റ് വെച്ച് അക്കൗണ്ടിലൂടെ ബൈ അക്കൗണ്ടബിൾ ആയിട്ട് പണം മേടിച്ച എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും രേഖയുണ്ട്. എന്നാൽ രേഖയില്ലാതെ പണം വാങ്ങിയവരുടെ കാര്യം ഈ നാട്ടിൽ ചർച്ചയല്ല. അതിൽ മാധ്യമ സ്ഥാപനങ്ങളുടെ മുതലാളിമാർ കൂടിയുണ്ട്. ഈ കൂലിയെഴുത്ത് നടത്തുന്നവന്മാർ അതിന്റെ ഓഹരി വാങ്ങി നക്കിയവന്മാർ കൂടിയാണെന്നുള്ള റിയാലിറ്റി നിൽക്കുമ്പോഴാണ് ഈ പച്ചക്കള്ളം പ്രചരിക്കുന്നത്. അതിന്റെ ഒരു വസ്തുത മനസ്സിലാക്കാൻ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതേ ഈ സ്റ്റേറ്റ്മെന്റുകൾ കൂടി നിങ്ങളൊന്ന് കേട്ടതിന് ശേഷം ഈ പച്ച നുണകൾ പ്രചരിപ്പിക്കുന്നത് എന്ത് ലക്ഷ്യം വെച്ചാണെന്നൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒരു ടീമിനെ തകർക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നയിക്കുന്നവനെ വീഴ്ത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതിന്റെ മുഖം പിണറായി വിജയനാണ്. ആ മുഖത്തെ വികൃതമാക്കുക, അതിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകുമെന്നുള്ള അവരുടെ കുബുദ്ധിയാണ് വാർത്ത എന്ന പേരിൽ വ്യക്തി കേന്ദ്രീകൃതമായി പച്ച നുണകൾ പടച്ചുവിടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാക്കി രണ്ടുപേർ മാത്രമേ നമ്മുടെ മുന്നിൽ ഈ നിമിഷം പോലും CMR നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുള്ളൂ. അതിലൊരു നേതാവിന്റെ പേര് രമേശ് ചെന്നിത്തല, ആഭ്യന്തരമന്ത്രി. രണ്ടാമത്തെ നേതാവ് കുഞ്ഞാലിക്കുട്ടി. മൂന്നാമത്തെ നേതാവ് അങ്ങനെ പ്രതികരിക്കാൻ നമ്മളോടൊപ്പമില്ല, ഇബ്രാഹിം കുഞ്ഞ്. മകൻ ഇപ്പോഴും VD സതീശൻ മന്ത്രിസഭയിലുണ്ട്, അബ്ദുൽ ഗഫൂർ. അപ്പോ 20,000 രൂപ മാത്രമേ ക്യാഷായി സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന ഇൻകം ടാക്സിന്റെ ചട്ടം ലംഘിച്ച് ക്യാഷായി നിങ്ങൾ എത്ര രൂപ വാങ്ങി? അത് ATGG പ്രകാരം, ഇൻകം ടാക്സ് ആക്ടിന്റെ ATGG സെക്ഷൻ പ്രകാരം നിങ്ങൾ ടാക്സ് ഇളവിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇവിടെയാണ് പ്രശ്നം. ഈ പണം IT സെറ്റിൽമെന്റ് റിപ്പോർട്ടിൽ പറയുന്നത് പോലെ പാർട്ടികൾക്ക് കൊടുത്തതായിട്ട് കണ്ട് എഴുതി തള്ളിയിട്ടില്ല. കാരണം എന്താ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻകം ടാക്സ് ആക്ടിന്റെ ATGG-B പ്രകാരം വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത ഡൊണേഷനായിട്ട് കണക്കാക്കുന്നില്ല. ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത ഡൊണേഷനായി കണക്കാക്കുന്നില്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ CMR നിന്ന് വാങ്ങിയ പണത്തെ എന്തായിട്ട് കണക്കാക്കേണ്ടി വരും? ഇല്ലീഗൽ പേയ്മെന്റ് ആയിട്ട് കണക്കാക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് ബ്രൈബായിട്ട് കണക്കാക്കേണ്ടി വരും എന്നുള്ളതാണ് സെറ്റിൽമെന്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇല്ലീഗൽ പേയ്മെന്റ് ആയിട്ട് 40 കോടി രൂപ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് വളരെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് കൊടുക്കുകയും 95 കോടി രൂപ കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് കൊടുക്കുകയും ചെയ്തൊരു കേസ് നമ്മുടെ മുന്നിലുണ്ട്. ഇതടക്കമാണ് 182 കോടി രൂപയുടെ കേസ് ഇ ഡി പരിശോധിക്കുന്നത്. അതിൽ വീണ തൈക്കണ്ടിയുടെ ഭാഗം എത്രയാ വരുന്നത്? 2,82,00,000 രൂപ. ക്ഷമിക്കണം, 2,72,00,000 രൂപയാണ് വീണ തൈക്കണ്ടിയുടെ കേസ്. അപ്പൊ 182 കോടി രൂപയുടെ കേസ് അന്വേഷിക്കുന്നു. 2,78,00,000 രൂപ വീണ തൈക്കണ്ടി ഒരു ഇല്ലീഗൽ പേയ്മെന്റ് എന്ന നിലയിൽ സർവീസ് കൊടുക്കാതെ
പണം ഒരു AMC ഒപ്പിട്ട് CMRൽ നിന്ന് പൈസ വാങ്ങിയതായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് മുന്നിൽ തെളിവ് കാണിച്ച് അതിനുള്ള GSTയും അടച്ച് ഇൻകം ടാക്സ് അടച്ച് AMC കരാറും ഒപ്പുവെച്ച് പണം വാങ്ങിയിരിക്കുന്നു. അപ്പോൾ അവിടെ അവശേഷിക്കുന്ന ചോദ്യം എന്താ? അത് കള്ളപ്പണമാണോ? നിങ്ങൾ ടാക്സ് അടച്ച് GST അടച്ച് AMC വെച്ച് 2,78,00,000 രൂപ, അതിൽ 50 ലക്ഷം രൂപ ലോണായിട്ടും ബാക്കി പൈസയായിട്ടും വാങ്ങിയിരിക്കുന്നു. എനിക്ക് സംശയമുണ്ട്, വീണ എന്ത് സർവീസാണ് കൊടുത്തതെന്നറിയാൻ എനിക്കൊരു സംശയമുണ്ട്. അതൊരു പൊളിറ്റിക്കൽ ധാർമ്മികതയുടെ പ്രശ്നമാണ്. പക്ഷേ അത് കള്ളപ്പണത്തിന് വിഷയമാവുന്നത് എങ്ങനെയാ? കാരണം അവിടെ നിങ്ങൾക്ക് ടാക്സ് അടച്ചാൽ, നിങ്ങൾ GST കൊടുത്താൽ, നിങ്ങൾ AMC രേഖാമൂലം കൊടുത്താൽ, ഇതൊന്നും കൊടുക്കാത്തവരെ നിങ്ങൾ എന്തായിട്ട് കണക്കാക്കുന്നു? ഇതൊന്നും കൊടുക്കാത്തവരെ ED അനങ്ങുന്നില്ല. ഇതെല്ലാം ടാക്സ് മുഖാന്തരം, രേഖാമുഖാന്തരം കൊടുത്തയാളുടെ അടുത്തേക്ക് 2,78,00,000 പേരിൽ 12 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. ഇതിനെ നാടകമെന്നല്ലാതെ മറ്റെന്താ വിശേഷിപ്പിക്കുക? അപ്പോ നിങ്ങളുടെ മുന്നിൽ തെളിവുകൾ സഹിതം ഒരു കക്ഷി വന്ന് പറയാണ്, ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് CMRലും പറയുന്നു. രേഖകൾ എവിടെയുണ്ട്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്, GSTയിലുണ്ട് എന്ന് പറയുന്നു. ഇനി GSTയിലെയോ IT-ലെയോ പണം കൊടുത്തു പോയില്ലെങ്കിൽ പിഴ അടച്ചു പോകാവുന്ന കേസാണ്. ഈ കേസിൽ എന്താ SFIO ചാർജ് ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 447 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിൽ കമ്പനീസ് ആക്ട് പ്രകാരം സെക്ഷൻ 447 പ്രകാരമുള്ളൊരു കേസേ വീണ തൈക്കണ്ടിക്കുള്ളൂ. അതിൽ ഇല്ലീഗൽ പേയ്മെന്റ്, കൊടുക്കാത്ത സർവീസിന് പ്രതിഫലം പറ്റി എന്നുള്ളത് മാത്രമാണ് കേസ്. കള്ളപ്പണത്തിന്റെ കേസ് അവിടെ ഇല്ല. അവിടെയാണ് PMLA ഉപയോഗിച്ചുകൊണ്ട് വീണ തൈക്കണ്ടിയിലേക്ക് മാത്രം ഫോക്കസ് ഉണ്ടാവുന്നതും ഞാൻ നേരത്തെ സൂചിപ്പിച്ച 130 കോടി രൂപ അമ്പലങ്ങൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, നേതാക്കൾക്ക്, മാധ്യമ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത പണമുണ്ട് എന്നുള്ള കണ്ടെത്തൽ വളരെ ശ്രദ്ധേയമാകുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ പൊളിറ്റിക്കൽ ഇമ്പാക്ട്, ഈ പറയുന്ന നേതാക്കളിലേക്ക് ED വന്നു കയറുമ്പോൾ എന്താണ് പറയാനുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ?